ഇപ്പോൾ മധ്യകേരളത്തിലെ വാർത്തയിലേക്കാണ്. ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. പാത്രിയാർക്കീസ് ബാവയുടെ കേരള സന്ദർശനം തുടരുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് പല ദിലീപിന്റെ ശബരിമല സന്ദർശനവുമായി വിശദമായ റിപ്പോർട്ട് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിലപാടൊക്കെ വളരെ നിർണായകമായിരിക്കും. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, ഇന്ന് ഒരുപാട് വാർത്തകൾ ഉള്ള ഒരു ദിവസം കൂടിയാണ്, നല്ല തിരക്കുള്ള ഒരു ദിവസം കൂടിയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണ് നിതിൻ? ഗുഡ് മോർണിംഗ് ജിൽസി. മധ്യകേരളത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം തന്നെയാണ്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം എറണാകുളത്ത് നടക്കുന്നത്. പ്രധാനമായും ഈ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയും ഒപ്പം തന്നെ പുനഃസംഘടനയുമാണ് ഈ പ്രധാന അജണ്ടയായി വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ പ്രകാശ് ജാവ്ദേക്കറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുതിർന്ന നേതാക്കളോടൊക്കെ തന്നെ അഭിപ്രായ ശേഖരണം നടത്തിയിരുന്നു. അതായത് ഈ സി കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വവും പുനഃസംഘടനയും കെ സുരേന്ദ്രൻ്റെ പ്രവർത്തനവുമൊക്കെ തന്നെയാണ് ഇതിൽ പ്രധാന വിഷയങ്ങളായത്. അപ്പോൾ കെ സുരേന്ദ്രനുള്ള എതിർച്ചേരി കൃത്യമായി, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലുള്ള എതിർച്ചേരി കൃത്യമായി രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാവുന്നത്. ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിലും ഒരുപക്ഷെ ഇത് സംബന്ധിച്ച് വലിയ തോതിലുള്ള ചർച്ച ഉണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട്. പ്രകാശ് ജാവ്ദേക്കറും ഒപ്പം തന്നെ സഹപ്രഭാരിയായിട്ടുള്ള അപരാജിത സാരംഗിയും രണ്ടുപേരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ ബാവയുടെ സന്ദർശനമാണ്. പാത്രിയാർക്കീസ് ബാവയുടെ സന്ദർശനം കഴിഞ്ഞ ദിവസം ഈ സിറിയയിലെ ആഭ്യന്തര കലാപത്തേക്ക് തുടർന്ന് വെട്ടിച്ചുരുക്കിയിരുന്നു. അപ്പോൾ 17-ാം തീയതി മടങ്ങാനിരുന്ന അദ്ദേഹം നാളെ രാവിലെയാണ് മടങ്ങുന്നത്. ഇന്ന് രാവിലെ 8:30 പാത്രിയാർക്കീസ് സെന്ററിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുർബാന അർപ്പിക്കും. അതിനുശേഷം തോമസ് പ്രഥമൻ കാതോലിക്ക ബാബയുടെ അനുസ്മരണ സമ്മേളനം 10 മണിക്ക് ആരംഭിക്കും. അതിലും അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് മെത്രാപ്പോലിത്തമാരുമായൊക്കെ ചർച്ച നടത്തും. ഏതായാലും കഴിഞ്ഞ ദിവസം ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ യാക്കോബായ സഭയുടെ അടുത്ത അധ്യക്ഷനായി തിരഞ്ഞെടുത്തിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം അദ്ദേഹം കുർബാന മധ്യേ ഇന്നലെ നടത്തുകയും ചെയ്തിരുന്നു. മറ്റ് പ്രധാന വാർത്തകൾ ഹൈക്കോടതിയിൽ നിന്നാണ് വരാനുള്ളത്. അതായത് ഈ ദിലീപിൻ്റെ ശബരിമലയിലെ ദർശനവുമായി സംബന്ധിച്ച് വലിയ തോതിലുള്ള വിമർശനം കോടതി ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഇതിൽ വിശദമായ റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് അംഗവും ശബരിമല സ്പെഷ്യൽ ഓഫീസറും ഇന്ന് വിശദമായ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അപ്പോൾ ഈ ഹരിവരാസനം പാടിത്തീരുന്നത് വരെ ദിലീപ് ദർശനം തുടർന്നത് അത് ക്യൂവിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി, പിന്നീടുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നൊക്കെ കോടതി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. അപ്പോൾ ഏതായാലും ഇതിൽ വിശദമായൊരു വാദം ഇന്ന് നടക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ ആശാ ലോറൻസ് നൽകിയ ഹർജിയാണ്. അത് മുതിർന്ന CPM നേതാവ് MM ലോറൻസിൻ്റെ മൃതശരീരം അത് വൈദ്യപഠനത്തിന് വിട്ടുകൊടുക്കുന്നതിനെതിരെ ആശാ ലോറൻസ് മകൾ നൽകിയ ഹർജി ഇന്ന് ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. ഇതൊരു കുടുംബ പ്രശ്നമാണ്, അത് മധ്യസ്ഥതയിലൂടെ തീർക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ഈ ഡിവിഷൻ ബെഞ്ച്, കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരുന്നത്. പ്രധാനമായി ഇതിനൊരു മധ്യസ്ഥനെ ഏർപ്പാടാക്കി. ഇതൊരു സിവിൽ കേസാണ്. അപ്പോൾ ഇതിനൊരു മധ്യസ്ഥനെ ഏർപ്പാടാക്കി ഇത് തർക്കമുണ്ടാകാതെ പരിഹരിക്കണമെന്നാണ്. അപ്പോൾ ഏതായാലും ഇന്ന് ഈ ഹർജിക്കാർ മുതിർന്ന അഭിഭാഷകൻ NN സുഗുണപാലനെ വിഷയത്തിൽ മധ്യസ്ഥനായി നിയമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടെന്ന കാര്യം ഹർജിക്കാർ ഇന്ന് കോടതിയെ അറിയിക്കും. അരിയിൽ ഷിക്കൂർ കേസിൽ 12 വർഷത്തിന് ശേഷം ഒരുപക്ഷെ വിചാരണ തീയതി ഇന്ന് CBI കോടതി പ്രഖ്യാപിച്ചേക്കുമെന്നൊരു വാർത്തയും മധ്യകേരളത്തിൽ നിന്ന് വരാനുണ്ട്. ജിൽസി.